പോണോഗ്രഫി എന്ന വിഷയവുമായി കോളേജുകളിലേക്ക് കടന്നു ചെന്നപ്പോൾ കുട്ടികൾ പൊതുവായി പറഞ്ഞ ഒരു മറുപടി, ഫോൺ കണ്ടാൽ കുഴപ്പമില്ല, പക്ഷെ അത് അഡിക്ഷൻ ആവാതെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചപ്പോൾ സാറിനോട് ചോദിച്ച ചോദ്യവും ഇത് തന്നെയാണ്. അഡിക്റ്റഡ് ആവാതെ ഫോൺ കാണാൻ സാധിക്കുമോ? സാറിന്റെ മറുപടിയിലേക്ക് നമുക്ക് ചെല്ലാം. അങ്കിത, തീർച്ചയായിട്ടും ഈ ചോദ്യം വളരെ കോമൺ ചോദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പലരും പറയുന്ന ഒരു ജസ്റ്റിഫിക്കേഷനാണ്. ഞങ്ങൾ ഒക്കേഷണലി കാണും, പക്ഷേ ഒരിക്കലും അഡിക്റ്റഡ് ആകത്തില്ല. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പലരുടെയും റിയാക്ഷൻ നമ്മൾ ഷെയർ ചെയ്യുകയുണ്ടായി. ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. 2023 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 749 ദശലക്ഷത്തിലധികം ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഉണ്ട്. കൂടാതെ ഓൺലൈൻ പോണോഗ്രഫി ഉപയോഗത്തിലെ ആഗോളതലത്തിൽ ഇന്ത്യ 9ാം സ്ഥാനത്താണ്. അപ്പോൾ ഇത് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ 749 ദശലക്ഷത്തിലധികം ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ആണ്, ഡിജിറ്റൽ വേൾഡ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റിലൂടെയാണ് നമ്മൾ പോണോഗ്രഫി കാണാനുള്ള എല്ലാ സാധ്യതകളും. ഞാൻ പറഞ്ഞു, ഇറോട്ടിക് നോവൽസ് അതൊക്കെ വളരെ ഒരു ചുരുങ്ങിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ത്യ 9ാം സ്ഥാനത്ത്, എനിക്ക് തോന്നുന്നു നമ്മൾ കോവിഡിൻ്റെ ടൈമിൽ 3ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ലോകത്തിൽ ഈ പോണോഗ്രഫി ഉപയോഗിക്കുന്നതിൻ്റെ 3ാം സ്ഥാനത്തായിരുന്നു. ഇപ്പം നമ്മൾ 2023 9ാം സ്ഥാനമെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ദിവസവും ഈ പോണോഗ്രഫിയിൽ പ്രവേശിക്കുന്നുവെന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ആളുകൾ ഇത് കാണുമ്പോൾ, അപ്പോൾ ഒരു ചുരുങ്ങിയ പെർസെൻറ്റേജ് ഒന്നുമല്ല, ഇത്രയും ആളുകൾ ഇതിലേക്ക് പോകുമ്പോൾ ഇതിനോടുള്ള ഒരു അഡിക്ഷൻ ആകുന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള അടയാളമാണ് ഇതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒരു പുതിയ ലഹരി വസ്തുവായി ഇത് ഫോൺ കാട്ടുതീ പോലെ നമ്മുടെ സാഹചര്യത്തിൽ ഇന്ന് പടരുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റ് റിസർച്ച് നടത്തിയപ്പോൾ ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോ സൈക്കാട്രിസ്റ്റ് ഒക്കെ അവർ റിസർച്ച് ചെയ്തതിൻ്റെ ഫലം എത്തി അവർ പറഞ്ഞത്, ഫോൺ റെഗുലറായിട്ട് കാണുന്ന ആളിൻ്റെ ബ്രെയിനും മദ്യാസക്തിക്ക് അടിമയായ ആളിൻ്റെ ബ്രെയിനും തമ്മിൽ കാര്യമായിട്ടുള്ള സമാനതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് മോർ ഓർ ലെസ് സെയിം പാറ്റേണിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ സയൻറ്റിഫിക് ഫാക്ട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബ്രെയിനിൽ ഒരു ഡോപ്പമൈൻ റിലീസിങ്ങും ഡോപ്പമൈൻ റിവാർഡ് സിസ്റ്റവും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി ഫോൺ കാണുമ്പോൾ അയാളുടെ റിവാർഡ് സിസ്റ്റം, അതായത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ നമുക്ക് ഒരു റിവാർഡ് സിസ്റ്റം തരുന്നതുമായി ബന്ധപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പാമൈൻ പ്രൊഡ്യൂസ് ചെയ്ത് അത് പുറത്തു വിടുന്നു. അപ്പോൾ ഈ ഡോപ്പാമൈനാണ് നമുക്ക് ഒരു പ്ലഷറിൻ്റെ എക്സ്പീരിയൻസ് തരുന്നത്, ഒരു സംതൃപ്തിയുടെ എക്സ്പീരിയൻസ് തരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആ പ്രവർത്തനത്തെ അത് ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം കണ്ടു, അതിൽ നിന്ന് നമുക്കൊരു പ്ലഷർ കിട്ടി. അപ്പം നമ്മൾ കണ്ടതിന് നമുക്കൊരു റിവാർഡാണ് തന്നിരിക്കുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇത് ഡോപ്പാമൈൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡോപ്പാമൈൻ ഇങ്ങനെ റിവാർഡ് സിസ്റ്റമൊക്കെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പലതും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തില്ല. ഇത് ഡിവൈൻ ആർക്കിടെക്റ്റിൻ്റെ മനോഹരമായ ഒരു പ്ലാനാണ്. അപ്പം ഇവിടെ നമ്മുടെ ബ്രെയിൻ റിവാർഡ് സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകത്തിലൊന്നാണ് ഈ വെൻട്രൽ സ്ട്രെയിറ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മുൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റിമുലസ്, ഒരു പ്രേരണ നമുക്ക് ഉണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കാനും ആ അനുഭവം വീണ്ടും ലഭിക്കാനും ഇടവരുത്തുന്ന തരത്തിലാണ് നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവം. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ മദ്യത്തോട് ചായ്വുള്ള ഒരാൾ മദ്യം കണ്ടില്ലെങ്കിലും മദ്യക്കുപ്പിയോ അതിൻ്റെ ചിത്രമോ കണ്ടാൽ പെട്ടെന്ന് അയാൾക്കൊരു പ്രത്യേക ഹാപ്പിനെസ്സാണ് വരുന്നത്, ഒരു സന്തോഷം വരും. കാരണം
യഥാർത്ഥ മദ്യം അല്ലെങ്കിൽ പോലും അത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സംതൃപ്തി അയാളുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഇത് നമ്മുടെ ഈ റിവാർഡ് സിസ്റ്റം നമുക്കൊരു ഒരു ട്രിഗറിങ് പോയിന്റ് തരുന്നതാണ്. നീ അത് കാണുകയാണെങ്കിൽ, നീ അത് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇനിയും സന്തോഷം കിട്ടും. ഇതാണ് നമുക്ക് തരുന്ന റിവാർഡ് സിസ്റ്റം. അപ്പോൾ കൂടുതൽ അളവിൽ ഡോപ്പമൈൻ അവിടെ പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പ്രവർത്തനം പോലെ ഫോൺ കാണുന്നത് ഒഴിച്ചുകൂടാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതായത് എത്ര നമ്മൾ കണ്ടാലും നമുക്ക് വീണ്ടും കാണണമെന്നുള്ള ഒരു ആസക്തിയിലേക്ക് ഈ റിവാർഡ് സിസ്റ്റം വീണ്ടും വീണ്ടും നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു പക്ഷെ കേൾക്കുമ്പോൾ ചിലർക്ക് അക്സെപ്റ്റബിൾ ആയി തോന്നിയെന്ന് വരില്ല. പക്ഷെ എന്നാലും വളരെ ഈസി ആയിട്ട് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. ഈ ഡൂം സ്ക്രോളിംഗ്, ഇന്റർനെറ്റിലൂടെ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്യുന്നു, നമുക്കിങ്ങനെ എൻഡ് ചെയ്യത്തില്ല, അതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വളരെ ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ ഇതിന്റെ ഒരു എക്സാസബേറ്റഡ് വേർഷൻ ആണ് പോണോഗ്രഫിയിൽ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ബ്രെയിൻ അത് റീവയർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോർമൽ വേയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനെ അത് റീവയർ ചെയ്യും. അപ്പോൾ ഈ ഡോപ്പാമൈൻ പുറപ്പെടുവിച്ചു, അടുത്ത പ്രാവശ്യം വേറൊരു സീൻ കണ്ടു. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിവാർഡ് സർക്യൂട്ട് ആക്ടിവിറ്റി ഉണ്ടല്ലോ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് വീണ്ടും വീണ്ടും സന്തോഷം തരാനായിട്ട് വീണ്ടും അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വേറൊരാൾ നമ്മളോട് പറയുക, നീ ഇന്നലെ അതല്ലേ കണ്ടത്, അത് കാണാമെങ്കിൽ ഇനി നിനക്ക് സന്തോഷം കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മുടെ റിവാർഡ് സിസ്റ്റം നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇന്നലെ വരെ നമുക്ക് കിട്ടിയ ആ ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതിൻ്റെ ഉൽപ്പാദനം ഏറ്റവും ഉയർന്ന അളവിലായാൽ നമ്മുടെ ഈ ഒരു ബ്രെയിൻ സിസ്റ്റം തന്നെ, അതായത് ഒരു അളവിലപ്പുറമായിട്ട് ഡോപ്പമൈൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ സിസ്റ്റം തന്നെ അത് കൊളാപ്സ് ആകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, നമ്മൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തു. നമുക്ക് ഓരോ ലൈനിൽ കൂടെ, അപ്പം നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇലക്ട്രിസിറ്റിയുടെ ഒരു ലൈനാണെന്ന് വിചാരിച്ചു. അപ്പം നമുക്കറിയാം ഹെവി വോൾട്ടുള്ള കറണ്ട് പോകുവാൻ ഉപയോഗിക്കുന്ന വയറ് വേറെയാണ്. അതേസമയം നമ്മുടെ വീട്ടിലെ സാധാരണ ഉപകരണങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഒരു ചെറിയ ബൾബ് കത്തുന്നതിൻ്റെയൊക്കെ വയറിൻ്റെ കപ്പാസിറ്റി വ്യത്യാസമാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ കൂടുതൽ ഈ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇറ്റ് ക്യാൻ കൊളാപ്സ്. അപ്പം നമ്മുടെ ബ്രെയിനിൽ തന്നെ അതിനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി നടക്കുകയാണ്. അതാണ് റീവയറിംഗ് എന്ന് പറയും. അപ്പോൾ ആ ഓട്ടോമാറ്റിക് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവിനെ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് പവർ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ വരെ കിട്ടിയിരുന്നത് കൂടുതൽ ഇതുപോലെയുള്ള ഒരു റിവാർഡ് സിസ്റ്റമോ ഡോപ്പമൈനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്താലും ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സിസ്റ്റം കൊളാപ്സ് ആവും. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഉയർന്ന തരത്തിൽ ഇത് എത്രത്തോളം നമുക്ക് കിട്ടാമോ. കാരണം ഇന്നലെ വരെ കിട്ടിയത് കൊണ്ട് നമുക്ക് സംതൃപ്തി വരത്തില്ല, നമുക്ക് കുറച്ചും കൂടെ അപ്പം വേറെ ഏതെങ്കിലും പുതിയ മേഖലകൾ കാണാനുള്ള ഒരു താല്പര്യം വരും. അപ്പം നമ്മളെ കൂടുതൽ ഇതിങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്തിനാണ്? നിനക്ക് കൂടുതൽ സന്തോഷം തരാം, കൂടുതൽ തന്നെ. അപ്പോൾ ഇന്നലെ ചെയ്തതുകൊണ്ട് അതങ്ങ് ശരിക്കും സ്റ്റാറ്റിക്കായി, അവിടെ ന്യൂട്രലൈസ്ഡ് ആയി, നമ്മുടെ ആ സിസ്റ്റം അവിടെ ഡീസെൻസിറ്റൈസ്ഡ് ആയി, അതിനി ഒരു വികാരവും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിലാണ് ഇത് നമ്മളെ പെതുക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് സെയിം രീതിയിൽ നമ്മളെ ലഹരിയുടെ കാര്യം നോക്കിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം അല്പം കുടിച്ചു, മദ്യത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു, ഇത് കൊള്ളാം, ഒരു കിക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് ഇച്ചിരിയും കൂടെ കിക്ക് കിട്ടണം, കുറച്ചും കൂടെ കുടിച്ചു, ഇനി കുറേയേറെ കിക്ക് കിട്ടണം. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ ഇത് റിവാർഡ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ട്രാൻസ്മിറ്ററും. നീ കൂടുതൽ കുടിച്ചാൽ ഇനിയും നിനക്ക് കൂടുതൽ സന്തോഷം കിട്ടും. അപ്പോൾ ഇന്നലെ വരെ കുടിച്ച അളവിൽ ഇനി ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ചിലർ പറയും, എന്താ നമ്മൾ ഒരു പെഗും കൂടെ കൂടുതൽ എടുത്ത് നോക്കാം. ജസ്റ്റ് ഓർഡിനറി എക്സാമ്പിൾ. അപ്പം ചിലർ ഒരു ബോട്ടിലൊക്കെ മുഴുവനും കുടിക്കുന്ന വ്യക്തികളുണ്ട്, അപ്പോഴും അവർക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ബ്രെയിൻ അത് ഓൾറെഡി ആ സിസ്റ്റത്തെ അങ്ങനെ റീവയർ ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
സർ ഈ ഡോപ്പമീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലൊരു എക്സ്പീരിയൻസ് ഓർക്കാണ്. കാരണം എനിക്ക് മോഷൻ സിക്നസ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് എനിക്ക് ഒരാൾ തന്ന റെമഡി ക്യാൻഡി ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല ബസ്സിൽ പോകുമ്പോൾ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ പോകുമ്പോൾ ക്യാൻഡി കഴിക്കാൻ തുടങ്ങി. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ 12th ഒക്കെ ആയി കഴിഞ്ഞപ്പം എനിക്ക് ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് അഡിക്ഷനായി. അപ്പം ഞാൻ അന്ന് ബർത്ത്ഡേ ഉള്ള കുട്ടികളെയൊക്കെ തപ്പി നടക്കുമായിരുന്നു ക്യാൻഡി കിട്ടുമോ എന്നറിയാൻ വേണ്ടി. സോ അത് വളരെ ബിനൈൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് അന്ന് എനിക്ക് സംഭവിച്ചത്. പിന്നെ പക്ഷെ അതിനൊരു അതിൻ്റെ ഒരു ഫലം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു. അത് എങ്ങനെയാ ഡോപ്പമൈനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയും. ഇപ്പം അങ്കിത, ഞാൻ ഡോപ്പമൈൻ എങ്ങനെയാണ് നമ്മൾ അഡിക്റ്റഡ് ആകുന്നതിൻ്റെ ആ പ്രോസസ്സ് പറഞ്ഞത് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമോ? എനിക്ക് ആക്ച്വലി ഒരു ക്യാൻഡി കിട്ടിയപ്പോൾ ഐ വാസ് ഹാപ്പി. എൻ്റെ ഒരു മോഷൻ സിക്നസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ സോൾവ് ആയി. പിന്നെ ആ ഒരു മധുരമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷെ അത് വളരെ പെട്ടെന്നാണ് അടുത്ത കൂടുതൽ ചോക്ലേറ്റ്സ് വേണം. റിവാർഡ് സിസ്റ്റം വീണ്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. നീ ഒരെണ്ണം കഴിച്ചു, നിനക്ക് കിട്ടുന്ന സന്തോഷത്തിനെക്കാട്ടി കൂടുതൽ സന്തോഷം നീ 2 എണ്ണം കഴിക്കുകയാണെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ നീ ഇത് വല്ലപ്പോഴും ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ നീ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാൽ ദിസ് ഈസ് ഹൗ ദ റിവാർഡ് സിസ്റ്റം ഈസ് ടോക്കിംഗ് ടു യു. നമുക്ക് അതിനെ നമ്മളൊരു മനുഷ്യനായിട്ട് കരുതുകയാണല്ലോ. നമ്മുടെ ബ്രെയിനാണ് നമ്മളെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ബ്രെയിൻ സിസ്റ്റം നമ്മളോട് പറയാം, ഓക്കെ നീ വല്ലപ്പോഴേ കഴിച്ചിരുന്നുള്ളൂ, ഡെയിലി കഴിച്ചു നോക്കെ, അതിനൊരു പ്ലഷറുണ്ട്. കാരണം ആ ഡോപ്പമൈൻ റിലീസ് അവിടെ ചെയ്യുന്നത് കൊണ്ടാണ് യു ഫീൽ എ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദെയർ ഈസ് എ സാറ്റിസ്ഫാക്ഷൻ. അതാണ് റിവാർഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞത്. വെരി ഗുഡ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പോൺ അഡിക്ഷൻ. നമ്മൾ ആദ്യം ഒരു നോർമൽ ആയിട്ടുള്ള ചിലപ്പോൾ ഒരു മൂവിയിലെ ക്ലിപ്പായിരിക്കും കാണുന്നത്, പക്ഷെ അത് നമ്മൾ പിന്നെ സാറ്റിസ്ഫൈ ചെയ്യാതെ വരും. ഇപ്പൊ നമ്മൾ കുറേയും കൂടെ ഹാർഡ് കോർ ടൈപ്പ് പോണിലേക്ക് പോകും. അത് ഇപ്പൊ സുലഭമാണ്, നമുക്ക് ഒരുപാട് അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. പക്ഷെ സർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്, ഇതൊരു അവസാനമില്ലാത്തൊരു പ്രക്രിയയാണ്. നമ്മൾ ഈ ഒരു സൈക്കിളിൽ വിഷ്യസ് സൈക്കിളിൽ അങ്ങനെ പെട്ട് കിടക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. വിഷ്യസ് സർക്കിളിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴികളും നമുക്ക് തുറന്നു കിട്ടും. അപ്പം നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 പോയിന്റും കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിത് സയൻറ്റിഫിക്കലി മനസ്സിലാക്കുക. ഇതിപ്പം നമുക്ക് പോണോഗ്രഫിയോട് എതിരുള്ള ഒരാൾ നമ്മളോട് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമല്ല. സയൻസ് വളരെ വ്യക്തമായിട്ട് റിസർച്ച് ചെയ്ത്, പക്ഷേ അവർ ഒരുപാട് പബ്ലിസിറ്റി കൊടുത്ത് ചെയ്യാൻ ഇന്നത്തെ സംവിധാനങ്ങളും ഇന്നത്തെ സോഷ്യൽ സ്ട്രക്ചറും ഇന്നത്തെ ഗവൺമെൻറ്റുകളും ഒന്നും ഇതിന് തയ്യാറാകുന്നില്ല. കാരണം ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ന് ലോകത്തിലുള്ളത്. ഫോണോഗ്രഫിയെക്കുറിച്ച് തെറ്റാണെന്ന് പറയുമ്പോൾ അത് തെറ്റല്ല, അത് ശരി തന്നെയാണെന്ന് സ്ഥാപിക്കുന്ന ഒരു കൾച്ചറിൻ്റെ സെറ്റപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെല്ലാം നമ്മുടെ സമൂഹവും നമ്മുടെ ഗവൺമെൻറ്റുകളും ഒക്കെ അതിന് ഒരുപാട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതൊക്കെയാ പിന്നെ അങ്കിത പറഞ്ഞത്. ഒരു രാജ്യത്ത് ഈ ട്രാൻസ്ജെൻഡറിസം ഒക്കെ എൻകറേജ് ചെയ്യുന്ന വ്യക്തികൾ ട്രാൻസ്ജെൻഡേഴ്സിനെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നഗ്നരായിട്ട് അവിടെ നിർത്തി കുട്ടികളെ അത് എഡ്യൂക്കേറ്റ് ചെയ്യുക, പാർട്ട് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ പലപ്പോഴും നമുക്ക് തോന്നും ഈ ഫോണോഗ്രഫി തെറ്റെന്ന് പറയുമ്പോഴോ ഇത് എല്ലാവരും പറയുന്നതാണെന്നുള്ള രീതിയിൽ. പക്ഷെ അല്ല. ഈ ഡോപ്പമൈൻ നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾ പഠിച്ചു നോക്കാം എങ്ങനെയാണ് നമ്മുടെ റിവാർഡ് സിസ്റ്റം ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇറ്റ്സ് ആൻ ഓപ്പൺ ബുക്ക്, എനിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പം പല റിസർച്ചിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ നമ്മളെ ചെറിയ മിഠായി തന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നെന്ന് പറഞ്ഞ പോലെ പിന്നെ വലിയ ബാറ് വേണം നമുക്ക്, പിന്നെ വലിയ ബോക്സുകൾ വേണം നമുക്ക് ആ റിവാർഡ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങും നമുക്ക് തോന്നും ഒരു അതിർത്തിയില്ലാത്ത എങ്ങും ഒരു സൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് തോന്നും. പക്ഷേ അത് ശരിയല്ല. പോണോഗ്രഫിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോണോഗ്രഫി ഇൻഡസ്ട്രിയിൽ വർഷങ്ങളോളം അവിടെ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന പോൺ സ്റ്റാർസ് അവർ പുറത്തു വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നത്, ഇതൊക്കെ ഓപ്പൺ ബുക്കാണ്. ഇതൊന്നും ആരും പ്രൈവറ്റായിട്ട് പറയുന്നതോ ചെയ്യുന്ന കാര്യങ്ങളല്ല. അവരുടെയൊക്കെ എക്സ്പീരിയൻസസ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിശയമായിട്ട് അന്തം വിട്ടു പോകും.
ഇങ്ങനെയൊരു ലോകത്തിലായിരുന്നോ അവർ ഈ ഇൻഡസ്ട്രിയിൽ അവർ ഇൻവോൾവ് ആയിരുന്നതെന്ന്. കാരണം വളരെ ഫാൻറ്റസിയിൽ, വളരെ അൺനാച്ചുറൽ വേൾഡിൽ വെറും പണത്തിനു വേണ്ടി മാത്രം, പണം മാത്രമായിരിക്കുകയില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിവാഹത്തെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമൂഹങ്ങളെയൊക്കെ നശിപ്പിക്കാനുള്ള എതിർ ശക്തികൾ ലോകത്തിൻ്റെ ആരംഭം മുതൽ, ആദ്യ പാപം മുതൽ ഇന്ന് വരെ ലോകത്തിൽ ആ ശക്തികളുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നവരാകാം. അല്ലാതെ നമ്മളൊരു വ്യക്തിയുടെയോ ഒരു സമുദായത്തിൻ്റെയോ മാത്രം പ്രശ്നമായിട്ട് നമ്മളിത് കരുതരുത്. മനുഷ്യകുലത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. പക്ഷെ നമുക്കിതിന് സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം, അത് നമ്മുടേതായ രീതിയിൽ, ഒരു പക്ഷേങ്കിൽ അതൊരു ജനറലായിട്ടുള്ള ആശയങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്കതിനെ ടൈലർ ചെയ്ത് ഇൻഡിവിജ്വൽ നീഡ് അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഒരു പക്ഷെ നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. കേൾക്കാൻ ഒട്ടും സുഖമുള്ളൊരു കാര്യമല്ല പോണോഗ്രഫി അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഭഗ്നാശരാകരുത്, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവരുത്. കാരണം ഹോപ്പ് ഉണ്ട്. ദർ ഇസ് ഹോപ്പ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോണിന് അഡിക്റ്റഡ് ആണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കാരണം നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള ഉപാധികളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് പോണിൽ നിന്നും എങ്ങനെ പുറത്തു വരാം, മുക്തി നേടാം, കംപ്ലീറ്റ്ലി ലിബറേറ്റഡ് ആകാം എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം, പഠിച്ചു നോക്കാം, പ്രാവർത്തികമാക്കാം. താങ്ക് യു സോ മച്ച്.